അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുകൊണ്ട് ഒരു സ്മൂതി ഉണ്ടാക്കി കുടിക്കാൻ പോവാണ്. ഇതിന് ഞാൻ ഷുഗറൊന്നും ഇട്ടിട്ടില്ല. ആ ബനാനയുടെ ആ ചെറിയൊരു സ്വീറ്റ്നെസ് നല്ല ടേസ്റ്റാണ്. ഹലോ ഗായ്സ്, ഞങ്ങളിത് ഇന്ന് ജിമ്മിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം കുക്കൊക്കെ ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ ആണെങ്കിലും ജിമ്മിൽ നല്ല തിരക്കാണ്. നല്ല പ്രായമുള്ളവർ വരെ ജിമ്മിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ആർക്കും തണുപ്പൊന്നും ഒരു വിഷയമല്ല. ഞാൻ ആദ്യം ഈ മിഷനിലാണ് കയറണത്. ഇവിടെ വലിയ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ടി വി കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ജിമ്മിൽ എക്സസൈസ് ചെയ്യാൻ ബോറടിക്കില്ലല്ലോ. ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പ്രോട്ടീൻ പൗഡറാണ്. ഇപ്പോൾ ജിമ്മിൽ നിന്ന് ഞങ്ങളിപ്പോൾ വന്നുള്ളൂ. അപ്പം നമ്മൾ ജിമ്മിൽ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് പ്രോട്ടീൻ പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ അത് നമുക്ക് പാലിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ നമുക്കിത് കുടിക്കാം. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് 2 കപ്പ് വേണം. ഇത് ലോട്ടസ് സീഡ്, അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് 2 കപ്പാണ് എടുത്തത്. പിന്നെ ആൽമണ്ട് 1 കപ്പ്, കപ്പലണ്ടി 1 കപ്പ്, വാൾനട്ട് 1 കപ്പ്. പിന്നെ ഞാൻ സീഡിൽപ്പെട്ട ഈ സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട്. അത് ഒരു 1/4 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ചിയാ സീഡ് 1/4 കപ്പ് എടുക്കുന്നു. ഫ്ലാക്സ് സീഡും ചിയാ സീഡും 1/4 കപ്പ് വെച്ച്. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ കത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അടുത്തതായിട്ട് ആൽമണ്ടും വാൾനട്ടും എല്ലാം നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് ഞാൻ ലോട്ടസ് സീഡ്, അതായത് മഖാന എന്നാണ് അതിന് പറയുന്നത് ഹിന്ദിയിൽ. അത് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ആൽമണ്ട് 1 കപ്പ് എടുത്തു, വാൾനട്ട് 1 കപ്പ്, കപ്പലണ്ടി ഇത് ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്തേക്കുന്നതായിട്ട് മേടിച്ചതാണ്. സൺഫ്ലവർ സീഡ് എടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇതെല്ലാം 1/4 കപ്പ് വെച്ച് മതി. അപ്പോൾ ആദ്യം തന്നെ ഈ ചെറിയ ബൗളില്ലേ, ചെറിയ ബൗളിൽ നമ്മൾ ഈ ഫ്ലാക്സ് സീഡും ഈ ചിയാ സീഡും അത് 1/4 കപ്പുള്ളൂ. അത് നേരെ അങ്ങ് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ വൈറ്റമിൻസ് ഒമേഗ 3 എല്ലാം നഷ്ടപ്പെടും. അപ്പം ഇത് നന്നായിട്ടങ്ങ് ഗ്രൈൻഡ് ചെയ്ത് ആദ്യം ചെറിയ ബൗളിൽ എടുക്കുകയാണ്. ഇപ്പം ഇത് പൊടിച്ച് നല്ല നൈസായിട്ട് കൊണ്ടുണ്ട്. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഈ ലോട്ടസ് സീഡ് നന്നായിട്ട് ഡ്രൈ ആയി ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വീഴണം. ഉണ്ടാവും. ഇനി ബാക്കി ആൽമണ്ടും വാൾനട്ടും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഈ പാത്രത്തിൽ തന്നെയാണ്. ആൽമണ്ടും വാൾനട്ടും ഇതുമാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് പൊടിക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇത് നല്ല ഒരു ഫ്ലേവർ വരുകയും ചെയ്യും. ഇതൊന്നാവട്ടെ. ഇപ്പോൾ ഒരുവിധം ഒന്നായി. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ
സൺഫ്ലവർ സീഡും കൂടെ ഇട്ടു. ഇനിയിപ്പോൾ പീനട്ടുണ്ട്, ഇതും കൂടി അതിൻ്റെ കൂടെ അങ്ങ് ഇടുവാണ്. ഒന്ന് ചൂടായാൽ മതി. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ, ഈ ചൂടാറി കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊടിച്ച് അരിച്ചെടുക്കണം. അപ്പോൾ ഈ പൗഡർ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ അതിലൊരു ടേബിൾ സ്പൂൺ ഇടാം. അല്ലെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇടാം. അങ്ങനെ നമുക്ക് ഒരു ഡ്രിങ്ക് കുടിക്കാനാണെങ്കിൽ പാലിൽ ഇതിട്ടിട്ട് കുടിക്കാം. അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. അങ്ങനെയൊക്കെ റെഡി ആവുന്നുണ്ട്. ഇനി ഞാൻ പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അല്ലോ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഈ ബൗളിലാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് പൊടിച്ച് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് ഇടുക. ഇത് കണ്ടോ, ഇതിങ്ങനെ അരിച്ചെടുക്കണം. ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡും പൊടിച്ചത് ഇടണം. ഇതാണ് ഫ്ലാക്സ് സീഡും ചിയാ സീഡും പൊടിച്ചത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൗഡർ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസിൻ്റെ ജാറിൽ ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യാനുസരണം ഒരു ടേബിൾ സ്പൂൺ കഴിക്കാം എല്ലാ ദിവസവും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുകൊണ്ട് ഒരു സ്മൂതി ഉണ്ടാക്കി കുടിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അവക്കാഡോയുടെ ഒരു ഹാഫ് പീസ് എടുക്കുക. പ്രോട്ടീൻ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുക്കുക. കുറച്ച് മിൽക്ക് എടുക്കുക. മിക്സിയിൽ അടിക്കുക. വേണമെങ്കിൽ 2 ഐസ് ക്യൂബും കൂടെ ഇട്ടാൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്മൂതി ആയിരിക്കും. ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ വെച്ചിട്ട് ഒരു സ്മൂതി അടിച്ചാണ് കുടിക്കാൻ പോകുന്നത്. ഇതിന് ഒരു ബനാനയും 1 കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ പ്രോട്ടീൻ പൗഡറും പിന്നെ കുറച്ച് യോഗട്ടുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബനാനയുടെ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അതിൽ കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ച് ഹണി കൂടെ ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ബ്ലൂബെറി ഇടുക. ബ്ലൂബെറി ഇട്ടു. പിന്നെ ഈ ബനാന ഒന്ന് കട്ട് ചെയ്തിരുന്നു. അതേ ബനാനയും ബ്ലൂബെറി ഇട്ടു. ഞാൻ അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കാന്ന് ഓർത്തെ. അപ്പോൾ അത് തീർന്നു പോയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ബ്ലൂബെറി ഉണ്ട്, ബനാനയുണ്ട്. എന്നാൽ പിന്നെ ബ്ലൂബെറി സ്മൂത്തി ഇടാം. ഈ യോഗട്ട് ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിടും. നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇടുക. ഇനി വെള്ളം ഒഴിക്കണം. ഇനി ഇത് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് പ്രോട്ടീൻ ബ്ലൂബെറി സ്മൂതി റെഡിയായി. ഞാൻ ഇതിലേക്ക് ഒഴിക്കാം. ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല. ആ ബനാനയുടെ ആ ചെറിയൊരു സ്വീറ്റ്നെസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി ഡ്രിങ്കുകൾ, ഹെൽത്തി ഫുഡും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും ഞാൻ നേരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. See you in another video. Bye.